മണിപ്പൂരിലേക്ക് ഇന്നുവരെ തിരിഞ്ഞു നോക്കാത്ത നരേന്ദ്രമോദിയോട് മണിപ്പൂർ സന്ദർശിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് എംപി ആൽഫ്രഡ് ആർത്തർ. ലോക്സഭയിൽ നടത്തിയ വൈകാരികമായ പ്രസംഗത്തിലാണ് ആൽഫ്രഡ് മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ തേടിയത്. മണിപ്പൂരിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങാൻ കഴിയാത്ത കുട്ടികളുടെയും സ്ത്രീകളുടെയും കരച്ചിൽ നിങ്ങൾ കേൾക്കുന്നില്ലേ എന്നും പ്രധാനമന്ത്രിയോട് ആൽഫ്രഡ് ചോദിക്കുന്നുണ്ട്. ലോക്സഭയിലെ ബജറ്റ് സമ്മേളനത്തിലായിരുന്നു ആർത്തർ നരേന്ദ്രമോദിക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് മണിപ്പൂർ വിഷയം മുഖ്യധാരയിലേക്ക് എടുത്തിട്ടത്. എന്തുകൊണ്ടാണ് NDA BJP സർക്കാർ മണിപ്പൂർ സന്ദർശിക്കാൻ താൽപര്യം കാട്ടാത്തതെന്നും ആൽഫ്രഡ് ചോദിച്ചു. 2023 മെയ് 3 വരെ നിരന്തരം സംസ്ഥാനം സന്ദർശിച്ചവരാണ് ഇവരെന്നും ആൽഫ്രഡ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി N ബീരേൻ സിംഗിനെ മാറ്റാത്തതെന്ന് പ്രധാനമന്ത്രിയോട് ചോദിച്ച അദ്ദേഹം സമാധാനം പുനഃസ്ഥാപിക്കാനായി ഒരാളെ മാറ്റുന്നതിന് എന്താണിത്ര ബുദ്ധിമുട്ടുള്ളതെന്നും ചോദിച്ചു. ഒരു ചെറിയ സംസ്ഥാനത്ത് നിങ്ങൾക്ക് സമാധാനം കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ ഇത്രയും വലിയ രാജ്യത്ത് എങ്ങനെ സമാധാനം നിലനിർത്തും എന്നായിരുന്നു കോൺഗ്രസ് എംപിയുടെ ചോദ്യം. കഴിഞ്ഞ 15 മാസമായി പല തെറ്റായ കാരണങ്ങളാലും എന്റെ സംസ്ഥാനം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ സഭയിൽ വെച്ച ബജറ്റ് ഞാൻ പരിശോധിച്ചു. ഈ ഘട്ടത്തിൽ മണിപ്പൂർ ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ള സംസ്ഥാനമാണെന്നും ഏറ്റവും ഉയർന്ന പണപ്പെരുപ്പമുള്ള സംസ്ഥാനമാണെന്നും അവർ മനസ്സിലാക്കിയില്ല. വരുമാനത്തിൽ ഏറ്റവും താഴ്ന്നതും ഉയർന്ന വില നൽകുന്നതുമായ ഒരു സംസ്ഥാനം എങ്ങനെ നിലനിൽക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നതെന്ന ചോദ്യവും അദ്ദേഹം സഭയിൽ ഉന്നയിച്ചു. കഴിഞ്ഞ 35 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വംശീയ സംഘർഷവും സംസ്ഥാനത്തുണ്ടായ ഏറ്റവും വലിയ വെള്ളപ്പൊക്കവും ഉദ്ധരിച്ച ആൽഫ്രഡ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് തീർത്തും ജനവിരുദ്ധമായ ബജറ്റാണെന്നും ആക്ഷേപിച്ചു. വ്യക്തികളെക്കാൾ വലുതാണ് രാജ്യമെന്ന് സൂചിപ്പിച്ച ആർത്തർ വ്യത്യസ്ത വംശങ്ങളെയും മതങ്ങളെയും സമുദായങ്ങളെയും പ്രതിനിധീകരിക്കുന്ന സുഹൃത്തുക്കൾക്കൊപ്പമാണ് താൻ വളർന്നതും പഠിച്ചതുമെന്നും ചൂണ്ടിക്കാട്ടി. ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയേണ്ട ആവശ്യം എനിക്കൊരിക്കലും വന്നിട്ടില്ല. ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നോ ഞാൻ ഹിന്ദുവാണെന്നോ മുസ്ലിമാണെന്നോ ഒരിക്കലും പറയാൻ ആഗ്രഹിക്കുന്നുമില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. അതേസമയം ഡൽഹി സന്ദർശനത്തിനെത്തിയ മണിപ്പൂർ മുഖ്യമന്ത്രി N ബീരേൻ സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കഴിഞ്ഞ വർഷം മുതൽ സംസ്ഥാനത്ത് നടന്നുവരുന്ന വംശീയ കലാപം സംബന്ധിച്ച സ്ഥിതിഗതികളെ കുറിച്ച് N ബീരേൻ സിംഗും പ്രധാനമന്ത്രി മോദിയും തമ്മിൽ ചർച്ച നടത്തിയെന്നാണ് BJP പറഞ്ഞത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ പ്രത്യേക കോൺക്ലേവിന് വേണ്ടിയാണ് N ബീരേൻ സിംഗ് ഡൽഹിയിലെത്തിയത്. കോൺക്ലേവിന്റെ ഭാഗമായി നടന്ന ഷോർട്ട് ക്ലോസ്ഡ് ഡോർ സെക്ഷനിൽ നിലവിലുള്ള പ്രതിസന്ധിക്ക് സാധ്യമായ പരിഹാരത്തിനുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികളും മാർഗനിർദ്ദേശങ്ങളും ചർച്ച ചെയ്യാൻ പ്രത്യേക സമയം ഷെഡ്യൂൾ ചെയ്തിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഈ ചർച്ചയിൽ എന്തൊക്കെ വിഷയം സംസാരിച്ചു എന്നത് ഇപ്പോഴും വ്യക്തമല്ല.